ബെക്സൈദ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സ്നേഹ വന്ദനം. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി യുവതലമുറയാണ്. അവരുടെ ബുദ്ധിയാണ്, അവരുടെ സർഗാത്മക കഴിവുകളാണ്. ഒരു കുടുംബത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. എന്നാൽ ഇന്ന് നമ്മുടെ യുവചേതന അവരുടെ കഴിവുകളും അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിയും ഒക്കെ അടിയറ വയ്ക്കുന്ന ദാരുണമായ സംഭവങ്ങളാണ് സമൂഹത്തിൽ അരങ്ങേറുന്നത്. പ്രലോഭനങ്ങൾ എപ്പോഴും എല്ലാവർക്കുമുണ്ട്. യുവാവായ യേശുവിന് ഉണ്ടായ 3 പ്രലോഭനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്ന്, കല്ലിനെ അപ്പമാക്കുക എന്ന പ്രലോഭനമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രലോഭനമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ, ഈ മന്മയമായ ശരീരത്തെ സുഖിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഇന്ന് നമ്മുടെ യുവചേതന നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു പ്രലോഭനത്തിലൂടെയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇത്തിരി സുഖങ്ങളിലേക്ക് പോയി നമ്മുടെ യുവചേതന നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ പ്രലോഭനം, എല്ലാം നേടുവാൻ പിശാചിനെ ആരാധിക്കുക എന്നുള്ള പ്രലോഭനമാണ്. യേശുവിൻ്റെ നിലപാടിന് ഒരു അണുവിട വ്യത്യാസമില്ല. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കില്ല എന്ന് യേശു ഉറച്ച നിലപാടിലാണ്. നേട്ടങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്, ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. നമ്മുടെ യുവതലമുറ വീരാരാധനയിലും താരാരാധനയിലും ഒക്കെ വീണ് തെറ്റായ ചിന്തകൾ, തെറ്റായ ജീവിത രീതികൾ, തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ. ഈ റോഡിൽ പല ജീവിതങ്ങളും ഈ ആരാധനയിലൂടെ പൊലിഞ്ഞു പോകുന്നു. മക്കൾ മാതാപിതാക്കൾക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കും, സമൂഹത്തിന് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു, രാഷ്ട്രത്തിന് നഷ്ടമായിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ പ്രലോഭനം, അത്ഭുതം പ്രവർത്തിച്ച് ആളാകാനുള്ള പ്രലോഭനമായി. ഇന്ന് പലരും കണ്ണുകളെ വഞ്ചിക്കുന്ന കപട നാട്യത്തിലൂടെ ആൾദൈവങ്ങളായി മാറാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശു ആ പ്രലോഭനത്തെ അതിജീവിച്ചു. ഞാൻ വലുതാകുകയല്ല, ദൈവമാണ് വലിയവൻ. തെറ്റായ പഠനങ്ങളും തെറ്റായ ബോധ്യങ്ങളും നൽകി ആൾദൈവങ്ങളാകാൻ പരിശ്രമിക്കുന്നവർ നമുക്ക് ചുറ്റിലും ഉണ്ട്. ഈ കപടനാട്യക്കാരുടെ വലയത്തിൽ പെട്ടുപോകരുതെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യുവാവായ യേശു ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് വചനം കൊണ്ടാണ്. നമുക്ക് വചനോപാസകരാകാം. ഹൃദയത്തിൻ്റെ താളുകളിൽ വചനമാല്യം കോർത്തിട്ടുകൊണ്ട് കുറച്ചുകൂടി നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം.
ആകാശം മാറും, ഭൂതലവും മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനോപാസകരായി നമുക്ക് മാറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.